ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് സൺഡേ ആണ്. എൻ്റെ ഡ്രസ്സ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ യൂഷ്വലി അങ്ങനെ വൈറ്റ് ഇടാറില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ അമ്മുവിൻ്റെയും അമ്മയുടെയും ബാപ്റ്റിസം ഡേ ആണ്. അവരൊക്കെ ചർച്ചിലെത്തിയിട്ടുണ്ട്. ഞാനും ചിക്കും ചേച്ചിയാണ് കുറച്ച് ലേറ്റായത്. മൂകുട്ടിനും റബയൊക്കെ ഉണ്ടായിരുന്നു. അവരെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം എന്തായിരുന്നാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ വിശ്വാസിക്കാൻ പരസ്യമായി നാട്ടുകാരുടെയും സഭയുടെ മുമ്പാണ് യേശുവിനെ സാക്ഷിക്കുന്നു. സാക്ഷി ദൈവത്തെ ശക്തീകരിക്കട്ടെ. മഹാമനസ്സുകളുടെ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ പറ്റില്ലേ നിന്റെ വണ്ടിയിലൊന്നും ചേച്ചി ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാമത്തിനു ജയം ജയം എപ്പോഴും ലോകത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ക്രിസ്തു തന്റെ ഐകിക ജീവകാലത്ത് ലോകത്തോടായി സമൂഹത്തോടായി തന്റെ ശിഷ്യഗണത്തോടായി പരസ്യമായി പ്രഖ്യാപിച്ചു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് യേശുക്രിസ്തു നൽകിയ 2 കാർമ്മിക ശുശ്രൂഷകളിൽ ഒന്നാണ് സ്നാനം. അതൊരിക്കലായി ചെയ്യുവാനും അനന്തരം കർത്തൃഭോജനം, കർത്തൃമേശ എന്ന ശുശ്രൂഷ, അവ രണ്ടും പുതിയ നിയമസഭ അനുഷ്ഠിക്കേണ്ടതാകയാൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള കർത്താവ് യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന പ്രകാരം ഇന്ന് 2 പേർ ഈ ജലാശയത്തിൽ പരസ്യമായി നാം എല്ലാം സാക്ഷി നിൽക്കാൻ, യേശുവിനെ സാക്ഷിച്ച് യേശുവിനോട് ചേരുവാൻ അവർ ഒരുക്കപ്പെടുന്ന ഈ സമയം ദൈവത്തിന്റെ വിശേഷ കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവമുൻപാകെ പ്രാർത്ഥിക്കാം. ഈ സമയം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും സാക്ഷിയും ജീവിതം നയിക്കുമോ? വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുമോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന പ്രകാരം ഞാൻ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ കർത്താവ് നൽകുന്ന പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ സമയം മുതൽ യേശുവിനോട് ചേർന്ന് നിത്യതയ്ക്കായി ഒരുക്കപ്പെടാൻ ഈ മോളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.
കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവം. ഞാൻ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സാന്നിധ്യം കാവലായി നൽകണമേ. ശിഷ്യായുസ് മുഴുവൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ പരിശുദ്ധാത്മാവ് യേശുവിൻ നാമത്തിൽ തന്നെ മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക. എന്നാൽ കർത്താവ് നൽകുന്ന ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. വിത്തൗട്ട് ആർക്കെങ്കിലും ഇടയ്ക്ക് പള്ളിയിൽ എത്തുമ്പോ എന്റെ അമ്മയും പപ്പയും അവിടെ ഇരിക്കും. പ്രത്യേകിച്ച് സാക്ഷിവാദ്യങ്ങൾ പറയാനുള്ള സമയം വൻക്രിയ എന്നിൽ നടന്നു കർത്തനെന്നെ ഞാനവന്റെ താൻ വിളിച്ചു ഞാൻ പിൻചെന്നു ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്തനാ ഏറ്റവും സന്തോഷം, നല്ല സന്തോഷം. ദൈവം അവരെ അനുഗ്രഹിക്കും. അടുത്ത പരിശുദ്ധാത്മാവ് തന്നെ പ്രാപിക്കും. ദൈവത്തിൽ അവർ വിശ്വസിച്ച് ജീവിക്കും. നല്ല വണ്ണം അല്ലാതെ അവന് കുഴപ്പമില്ല. എന്നാലും ഇനിയും കുറെ കൂടി ദൈവത്തോടെ അടുത്ത് ജീവിക്കുന്നു. അതാണ് ഇഷ്ടം.